Hi all. Good afternoon and welcome back. അപ്പോ നമ്മൾ ഇന്ന് മുതൽ എടുക്കാൻ വേണ്ടി പോകുന്നത് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സും അത് 10 മാർക്കിന് എത്ര എഴുതണം എന്നുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. അതായത് ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റുഡൻസിന് അറിയാം സമ്മുകൾ ഏതൊക്കെയാ വരാൻ വേണ്ടി പോകുന്നത്. പക്ഷെ എന്തായാലും വരുന്ന ഉറപ്പുള്ള കുറച്ച് എന്തുണ്ട് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് ഇന്നോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നോക്കിയേ ഫസ്റ്റ് ഇയറില് ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും അതിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റാറ്റിക് എന്ന വിഷയം അറിഞ്ഞിരിക്കേണ്ടത് ഒരു കാര്യം. എന്തിനാണ് സ്റ്റാറ്റി, അതാണ് ആ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സില് റിസർച്ചില് റോൾ എന്താണ്, എന്തിനാണ് സ്റ്റാറ്റിക് റിസർച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തതാണെങ്കിൽ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്. അത് അത്ര ഇമ്പോർട്ടന്റ് ഇല്ല, എന്നാലും 1-2 വർഷം ചോദിച്ചിട്ടുണ്ട്. സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എന്താണ് എന്നുള്ളത്. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ഡിഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യന് ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സും ബേസിക് കോൺസെപ്റ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സും ആണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ വിഷയമാണ്. The term statistics finds its origin in an Italian term statista. കണ്ടോ, ഇറ്റാലിയൻ വേർഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റ എന്ന വാക്കിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വാക്കിന്റെ ഉത്ഭവം. ദാറ്റ് ഈസ് എ പേഴ്സൺ ഹു ഡീൽ വിത്ത് സ്റ്റേറ്റ് റിലേറ്റഡ് അഫയേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. അതായത് ഈ സ്റ്റാറ്റിസ്റ്റ എന്ന് ഇറ്റലിക്കാര് ഇറ്റാലിയൻ ഭാഷയിൽ സ്റ്റാറ്റിസ്റ്റ എന്ന് പറയുന്ന ആരറിയോ, ആ രാജ്യത്തിന്റെ കണക്കുകളൊക്കെ നോക്കുന്ന ആള്, ആ രാജ്യത്തിന്റെ കണക്കപ്പിള്ള എന്നുള്ള അർത്ഥമാണ്. അതായത് സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണക്കുകളൊക്കെ നോക്കുന്ന ആളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്റ്റാറ്റിസ്റ്റ. ആ വാക്കിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. ഇറ്റ് വാസ് ഇനീഷ്യലി കോൾഡ് സ്റ്റേറ്റ് അരിത്തമാറ്റിക് എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഇൻ വിച്ച് ഇൻഫർമേഷൻ അബൌട്ട് ദ നേഷൻ, ഫോർ ഇൻസ്റ്റൻസ് ടാക്സ് റിലേറ്റഡ് ഇൻഫർമേഷൻ, വാർ പ്ലാന്, അതൊക്കെ ടാബുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പണ്ട്. അതായത് സ്റ്റേറ്റിന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിരുന്നത്. ദസ് statistics was earlier known for its application to government related activities and data like the census. Census പോലെയുള്ള ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു അന്നത്തെ കാലത്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് അധികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഒരുപാട് ഫീൽഡ്, എക്കണോമിക്സ്, സൈക്കോളജി, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ് പോലുള്ള ഒരുപാട് ഫീൽഡിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? സയൻസ് ഓഫ് ക്ലാസിഫൈങ്, ഓർഗനൈസിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ക്ലാസിഫൈങ്, ഓർഗനൈസിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ. ഒരു ഡാറ്റ, നമുക്കതിപ്പോ സെൻസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികളുടെ മാർക്ക് വിവരങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഒരു ഡാറ്റ ക്ലാസിഫൈ ചെയ്യാം, എന്തെങ്കിലും അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം, അത് അനലൈസ് ചെയ്യാം. ഇത് ഉപയോഗിക്കുന്ന മാത്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഡെഫിനിഷൻ. ഏത് ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിച്ചാലും ഈ ഒരു 5 പോയിന്റ്സ് ആണ് നമുക്ക് എഴുതി വെക്കാനുണ്ടാവുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇറ്റാലിയൻ വേർഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റയിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. അതിനർത്ഥം സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ടാക്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ആളെ നോക്കുന്ന, ആ കാര്യങ്ങൾ നോക്കുന്ന ആളുടെ പേരായിരുന്നു സ്റ്റാറ്റിസ്റ്റ്. ആ പദത്തിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടുള്ളത്. പണ്ട് സ്റ്റേറ്റ് അരിത്തമാറ്റിക് ആണ്, സ്റ്റേറ്റുമായിട്ട് ഗവൺമെന്റുമായിട്ടുള്ള കാര്യങ്ങൾ, ടാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കിയിട്ടുള്ളത്. ഇന്നാണെങ്കിൽ ഒരുപാട് ഫീൽഡുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്, എക്കണോമിക്സ്, സൈക്കോളജി, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ്. ഇനി സ്റ്റാറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡാറ്റ, അതെന്തുമായിക്കോട്ടെ, കുട്ടികളുടെ മാർക്ക്, വയസ്സ്, പിന്നെ എന്താണ് പഞ്ചായത്തിലെ ഗർഭിണികളുടെ എണ്ണം, അതുപോലെ തന്നെ
മുലയൂട്ടുന്ന അമ്മമാരുടെ എണ്ണം, തൊഴിലില്ലാത്ത ആൾക്കാരുടെ, അങ്ങനെ എന്തോരോ ഡാറ്റ ഉണ്ടാവല്ലോ. ഒരു ഡാറ്റ, ആ ഡാറ്റ അനലൈസ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, ഇതിനുപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുക. അപ്പൊ സ്റ്റാറ്റുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിലും ഈ 5 പോയിന്റ്സ് ആണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായോ? ഇനിയാണ് ബേസിക് കോൺസെപ്റ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിലെ 5 ബേസിക് കോൺസെപ്റ്റുകളാണ് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ളത്. പോപ്പുലേഷൻ, സാമ്പിൾ, പാരാമീറ്റർ, സ്റ്റാറ്റിസ്റ്റിക്, വേരിയബിൾ. ഈ 5 ബേസിക് കോൺസെപ്റ്റ് ആണ് സ്റ്റാറ്റിയിൽ ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പോപ്പുലേഷൻ. ആ ഒരു ഡാറ്റയുടെ മൊത്തമുള്ള ആൾക്കാരെയാണ് പോപ്പുലേഷൻ എന്ന് വിളിക്കുക. അപ്പം കേരളത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ, കേരളത്തിലെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പോപ്പുലേഷൻ ആണ്. അതായത് കേരളത്തിലെ മൊത്തം 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് എന്ത്, ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇപ്പൊ നമുക്ക് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു സ്റ്റഡി നടത്തണമെന്ന് വിചാരിച്ചാൽ മതി. ഏതെങ്കിലും ബാക്സിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, എത്രത്തോളം കുട്ടികൾക്ക് കേരള സിലബസ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇടയിൽ നമുക്കൊരു സ്റ്റഡി നടത്തണമെന്ന് വിചാരിക്കും. ഈ കേരളത്തിലെ മൊത്തം കുട്ടികളെ എടുത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റൂല. റിസർച്ച് ചെയ്യാൻ നടക്കണ കാര്യമല്ല. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യും, ഈ മൊത്തം പോപ്പുലേഷന് ഓരോ ജില്ലയിൽ നിന്ന് ഒരു 100 പേരെ വെച്ചെടുക്കുകയോ അല്ലെങ്കിൽ 50 പേരെ വെച്ചെടുക്കുകയോ, അതായത് ഈ പോപ്പുലേഷന് കുറച്ച് പേരെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സെലക്ട് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് മൊത്തമായിട്ടുള്ള എണ്ണത്തിനെ നമ്മൾ പോപ്പുലേഷൻ എന്നും, സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്നതിനെ സാമ്പിൾ എന്നും പറയാം. നോക്കിയേ, population. This term can be used to describe the person, object, elements, animals, or even reaction that display a pattern of characteristic that is unique. ഒരേ യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഫോളോ ചെയ്യുന്ന മൊത്തമായിട്ടുള്ളത് വെറും ആളുകളെ മാത്രമല്ല കേട്ടോ നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയാ. ഇപ്പൊ എന്താണ്, ലോകത്താകപ്പാനുള്ള അനക്കൊണ്ടു, അതൊരു പോപ്പുലേഷൻ ആണ്. അതുപോലെ കേരളത്തിൽ മൊത്തമുള്ള പിന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എല്ലാം എന്താണ്, അതായത് ഒരേ പാറ്റേൺ ക്യാരി ചെയ്യുന്ന ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ പോപ്പുലേഷൻ, ഒരേ സ്വഭാവം കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ഒബ്ജക്ട്സിനെയോ പേഴ്സണെയോ എലമെന്റ്സിനെയോ ആനിമൽസിനെയോ ആണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി എക്സ്പ്ലെയിൻ ആസ് സെറ്റ് ഓഫ് പേഴ്സൺസ് ആവാം, ഒബ്ജക്ട്സ് ആവാം, elements, animals ആവാം, റിയാക്ഷൻസ് ആവാം, that are the researcher want to സ്റ്റഡി ചെയ്യാൻ മൊത്തമായിട്ടുള്ള ആ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. If a researcher want to carry out a study on adolescents in New Delhi, then his or her population will be all the adolescents in New Delhi. കണ്ടോ, ഒരാൾക്ക് എക്സാമ്പിൾ എഴുതാൻ വിട്ടുപോയത് കേട്ടോ. ഒരാൾക്ക് ന്യൂ ഡൽഹിയിലുള്ള അഡോളസൻസിനെ പറ്റി പഠിക്കണം എന്നാണെങ്കിൽ ആ ന്യൂ ഡൽഹിയിലുള്ള അഡോളസൻസും വേണം. അതെ, ഫ്രീ ക്ലാസ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ ലിങ്ക്. ഓക്കെ, പോപ്പുലേഷൻ ക്യാൻ ബി ഫൈനൈറ്റ് ഓർ ഇൻഫിനിറ്റ് ഇൻ നേച്ചർ. മോളെ പുതിയ കുട്ടികൾ ആഡ് ആവുന്നുണ്ടോ എന്ന് നോക്കണേ. ആഡ് ആവാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഐ റിപ്പീറ്റ്, പോപ്പുലേഷൻ ചിലപ്പോൾ നമുക്ക് എണ്ണം അറിയാം, ഫൈനൈറ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ്, അതായത് അറിയാത്തത്രത്തോളം എണ്ണവും വരാം. ഒന്നും കൂടെ ഞാൻ പറയാണ്, സ്റ്റാറ്റിയുടെ ബേസിക് കോൺസെപ്റ്റ് 5 എണ്ണമാണ് വരുന്നത്. അതില് ഫസ്റ്റ് വണ്ണാണ് പോപ്പുലേഷൻ. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മൊത്തം കൂട്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പോപ്പുലേഷൻ എന്ന് പറയാം. ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഫോളോ ചെയ്യുന്ന മൊത്തം. അപ്പം ഡൽഹിയിലെ അഡോളസൻസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡൽഹിയിലെ മൊത്തം അഡോളസൻസ് എന്താണ്, പോപ്പുലേഷൻ ആണ്. അല്ലെങ്കിൽ കേരളത്തിലെ 10ാം ക്ലാസ് സ്റ്റുഡൻസ്, കേരളത്തിലെ എല്ലാ 10ാം ക്ലാസ് സ്റ്റുഡൻസ്, ഇതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയാം. ഇവിടെ പോപ്പുലേഷന് ഫൈനൈറ്റ് എണ്ണം നമുക്ക് അറിയാമായിരിക്കാം, ഇൻഫിനിറ്റ്. ഇപ്പൊ ഞാൻ പറയാം, ലോകത്തുള്ള മൊത്തം അഡോളസൻസ് ഇൻഫിനിറ്റ് ആണ്. ലോകത്തുള്ള ന്യൂ ബോൺ ബേബീസ് ഇൻഫിനിറ്റ്, നമുക്ക് എണ്ണാൻ വേണ്ടി പറ്റത്തില്ല. An example of finite population is number of students in a school who have failed in mathematics. കണ്ടോ, ഇന്ന ഒരു സ്കൂളിലെ മാത്സിൽ ഫെയിൽ ആയിട്ടുള്ള കുട്ടികള്, അതൊരു പോപ്പുലേഷൻ ആണ്.
അത് ഫൈനൈറ്റ് നമുക്ക് എണ്ണം എടുക്കാം. ആൻഡ് an example of infinite population would be number of stars in the sky. സ്കൈയിൽ എത്ര സ്റ്റാർസ് ഉണ്ട്? ഇൻഫിനിറ്റ് ആണ്. അതായത് നമ്മൾ സ്റ്റഡിക്ക് എടുക്കുന്ന ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടുപോകുന്ന ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയാം. ആ പോപ്പുലേഷൻ ഒബ്ജക്റ്റ് ആവാം, പേഴ്സൺ ആവാം, ആനിമൽ ആവാം, എന്തുമാവാം. അത് ഫൈനൈറ്റ് ആവാം, ചിലപ്പം ഇൻഫിനിറ്റും ആവാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാരും ഒന്ന് പറഞ്ഞേ, പോപ്പുലേഷൻ എന്താന്ന് മനസ്സിലായോ എന്ന്? വെരി ഗുഡ്. ഇനിയാണ് സാമ്പിൾ. ഈ പോപ്പുലേഷനെ മൊത്തമായിട്ട് എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് നടക്കുന്ന കേസല്ല. അപ്പൊ നമ്മൾ എന്താക്കും? ഈ പോപ്പുലേഷൻ എടുത്ത് കുറച്ച് ആളുകളെ മാത്രം എടുത്തിട്ടാണ് നമ്മളൊരു സ്റ്റഡി നടത്തുക. അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ, ഈ പോപ്പുലേഷന്റെ അകത്തു നിന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സാമ്പിൾ എന്ന് പറയുന്നത്. In simple terms, sample can be defined as a group of individuals who participate in research. കണ്ടോ, റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ എണ്ണം മാത്രമാണ് നമ്മൾ എന്തെന്ന് പറയാ? സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, in a cold drink factory, if the quality inspector want to find out if the quality and taste of the cold drink is adequate. ഒരു കൊക്കക്കോളന്റെ ഫാക്ടറി പോവാണ്, അവിടെ ക്വാളിറ്റി ചെക്കർ വന്നു. അയാൾക്ക് ക്വാളിറ്റി ഉണ്ടോ എന്നാണ്, അതിനെല്ലാം പൊട്ടിച്ചു കുടിക്കോ? ഇല്ല. അപ്പൊ പിന്നെ ഫാക്ടറിയിലുള്ള മൊത്തം കുപ്പി കൊക്കക്കോള എന്താണ്? പോപ്പുലേഷൻ ആണ്. പക്ഷെ അയാൾ അതിൽ 10 ഏതോ ഒരു 10 എടുത്ത് പൊട്ടിക്കുന്നു. ആ 10 സാമ്പിൾ. He or she will not test all the bottle of cold drink, but take a sample and test the same, and preferably the sample is taken randomly. റാൻഡം ആയിട്ട് ഒരു 10 കുപ്പി എടുത്തുകൊണ്ട് അയാളെ പൊട്ടിച്ചിട്ട് കുടിച്ചു നോക്കും. റാൻഡം ആയിട്ടാണ് എടുക്കാട്ടത്, അതായത് ഒരേ വരിയിലൊന്നുമില്ല, ഇവിടുന്ന് ഒന്ന് അവിടെ നിന്ന് അവിടെ നിന്ന്. Thus, a sample is a smaller group from population that participates in research. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പോപ്പുലേഷന്റെ സ്മോളർ ഗ്രൂപ്പിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയാ. ഈ സാമ്പിളിനെയാണ് നമ്മൾ റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് that the sample is representative in the population and it is as much possible similar to the population or possess the same characteristics or elements as the population. പോപ്പുലേഷനിൽ ഉള്ളത് തന്നെ ആയിരിക്കണം. അതായത് ആ ഫാക്ടറിയിൽ അപ്പം ഉണ്ടായിരിക്കുന്ന 10 കുപ്പി ആയിരിക്കണം, അല്ലാണ്ട് തൊട്ടപ്പുറത്തെ ഫാക്ടറിയിൽ ആവരുത്. 10ാം ക്ലാസ്സിലെ ഡൽഹിയിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലുള്ള 10ാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെ ഉണ്ടായിരിക്കണം, ഒരിക്കലും ഹരിയാനയിലുള്ള 10ാം ക്ലാസ്സിലെ കുട്ടി ആവരുത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സാമ്പിൾ എന്ന് പറയാം. അപ്പൊ ഈ സാമ്പിൾസിനെ സെലക്ട് ചെയ്യണതിനെ കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ സെലക്ട് ചെയ്യല്ല, പല മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് പോപ്പുലേഷന്റെ അകത്തുനിന്ന് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്ന ടെക്നിക്കിനെ നമ്മൾ സാമ്പിളിംഗ് ടെക്നിക് എന്നാണ് പറയാം. ദസ് സാമ്പിളിംഗ് ടെക്നിക്സ് ആർ റെലവൻസ് ഇൻ റിസർച്ച്. ഇത്ര മതി കേട്ടോ, സാമ്പിളിംഗ് ടെക്നിക്കിന് അത്രത്തോളം എഴുതണം എന്നൊന്നുമില്ല. അതായത് ഒരു പോപ്പുലേഷന്റെ അകത്ത് നിന്ന് നമ്മളൊരു റിസർച്ചിന് വേണ്ടി കുറച്ച് സാമ്പിൾസിനെ, കുറച്ച് ആളുകളെ മാത്രം സെലക്ട് ചെയ്യും. ഈ സെലക്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നെങ്കിൽ എന്താണ്? ഒരു കോൾഡ് ഡ്രിങ്ക് ഫാക്ടറിയിൽ പോയിട്ട് അവിടെയുള്ള എല്ലാ കുപ്പി കോൾഡ് ഡ്രിങ്കും പോപ്പുലേഷൻ ആണെങ്കിൽ അതെല്ലാം പൊട്ടിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റാൻഡം ആയിട്ട് ഒരു 10 എടുത്ത് പൊട്ടിച്ച് ചെക്ക് ചെയ്ത് കുടിക്കുന്നു. ആ 10 സാമ്പിൾ. ഇനി ഈ പോപ്പുലേഷന്റെ സ്വഭാവത്തെ പാരാമീറ്റർ എന്നും സാമ്പിളുടെ സ്വഭാവത്തെ സ്റ്റാറ്റിസ്റ്റിക് എന്നും ആണ് വിളിക്കുക. എ പാരാമീറ്റർ ക്യാൻ ബി ടേം ആസ് വാല്യൂ ദാറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ ദാറ്റ് ഇസ് ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻ റിസർച്ച്. നമ്മൾ റിസർച്ചിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്ന പോപ്പുലേഷന്റെ മൊത്തത്തിലുള്ള കാര്യത്തിനെയാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. It can be described as a measure of population and refers to indices of a central value. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ABC സ്കൂളിലെ മൊത്തം കുട്ടികളുടെ ആവറേജ് മാർക്ക്, ആവറേജ് മാത്സ് മാർക്ക് 25 ഇതിൽ 10ാം ക്ലാസ്സിലെ ഒരു 100 കുട്ടികളെ നമ്മൾ എടുത്ത് പഠിച്ചു. ആ 100 കുട്ടികളുടെ 10ാം ക്ലാസ്സിലെ മാത്രം 100 കുട്ടികളുടെ മാർക്ക് ഒരു 45 സാമ്പിൾ സൈസ് ആണ്. അപ്പൊ അതെന്താണ്? സ്റ്റാറ്റിസ്റ്റിക് ആണ്. അതായത് പോപ്പുലേഷന്റെ മൊത്തം ഒരു വാല്യൂവിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ റിസർച്ചർ വാണ്ട് ടു നോ മീൻ വെയിറ്റ് ഓഫ് ന്യൂലി ബോൺ ഇൻഫന്റ്സ് ഇൻ ഇന്ത്യ ഇൻ ഗിവൺ ഇയർ, 2026 കേട്ടോ, 26 കഴിഞ്ഞിട്ടില്ലേ, 2025
ജൂൺ 2025 ഇന്ത്യയില് ജനിച്ചിട്ടുള്ള കുട്ടികളുടെ ആവറേജ് വെയിറ്റ്. ഇത് പാരാമീറ്റർ മൊത്തം ഇന്ത്യയിലാണ്. എന്നാൽ നമ്മൾ കേരളത്തില് മാത്രമായിട്ട് എടുക്കുകയാണ്. ഓരോ ജില്ലയിൽ നിന്ന് ഒരു 100 പേരെ വെച്ചെടുത്തു. അത് സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ, അപ്പൊ this can be termed as a parameter as it describes the weight of all newly born infants in India in a given year. An exact parameter is not always easy to obtain and any parameter will have a statistics. Exact parameter കിട്ടല് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. ഇത്രയും ആളുകളുടെ കിട്ടല് എളുപ്പമല്ല എന്നാണ് പറയുന്നത്. Statistics എന്താണ്? As aspect of population are measured by parameter, aspect of a sample are measured by statistics. കേട്ടോ? Thus the researcher will measure the weight of say 500 newly born infants. ഇന്ത്യയിലുള്ള മൊത്തം എടുക്കുകയാണെങ്കിൽ അതെന്താണ്? പാരാമീറ്റർ ആണ്. പിന്നെന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ്. This mean weight can be termed as statistic. The symbol of mean, standard deviation and variance vary for parameter statistics. അതായത് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയൻ, വേരിയൻസ് ഒക്കെ ഉണ്ട്. അത് പാരാമീറ്ററിന്റെ വേറെ ആയിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് പോപ്പുലേഷന്റെ മൊത്തമുള്ള ഒരു സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ ഒരു പോയിന്റ് വാല്യൂ പറയുന്നതിനെയാണ് ഒരു പാരാമീറ്റർ എന്ന് പറയാ. സാമ്പിളിന്റെ ആവുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനി പറയാൻ പോകുന്നത് വേരിയബിൾസ് എന്താണ്, മാറ്റങ്ങൾ വരുന്ന നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആ വിഷയത്തിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠന നിലവാരം കൂട്ടിയപ്പോ ആൻസൈറ്റി ഉണ്ടാവുന്നുണ്ടോ? അവിടെ പഠന നിലവാരവും ആൻസൈറ്റിയും എന്താണ്? വേരിയബിൾസ് ആണ്. ഇപ്പൊ വേറൊരു പറയാം, മിൽമയുടെ പാലിന്റെ വില കൂട്ടിയപ്പോ പിന്നെ വിറ്റുവരവ് കുറഞ്ഞു. അപ്പൊ പാലിന്റെ വിലയും വിറ്റുവരവും എന്താണ്? വേരിയബിൾസ് ആണ്. വേരിയബിൾസ് മീൻസ് സംതിങ് ദാറ്റ് varies, മാറ്റം വരുന്നത്. It can also be explained as quantity or number that will vary, will have different values. Different valuesൽ വാരി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വേരിയബിൾസ് ആണ് നമ്മുടെ റിസർച്ചില്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ 5 ബേസിക് കോൺസെപ്റ്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് മൊത്തം എണ്ണത്തിനെയാണ്. അതിൽ നമ്മൾ കുറച്ചുപേരെ മാത്രമാണ് സെലക്ട് ചെയ്യുക ഒരു സ്റ്റഡിക്ക് വേണ്ടി. അങ്ങനെ സെലക്ട് ചെയ്യുന്നവരെ സാമ്പിൾ എന്നാണ് പറയാ. പോപ്പുലേഷന്റെ മൊത്തം സ്വഭാവത്തിന്റെ പാരാമീറ്റർ എന്നാണെങ്കിൽ പിന്നെ സാമ്പിളിന്റെ സ്വഭാവത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. പാരാമീറ്ററിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും മീനും മീഡിയനും വേരിയൻസും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. വേരിയബിള് എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് വാല്യൂസ്, വാല്യൂസ് ചേഞ്ച് ആവുന്നത് നമ്മൾ സ്റ്റഡിക്ക് പഠിക്കാൻ ഉപയോഗിക്കുന്നതിനെയാണ് വേരിയബിൾ എന്ന്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ വാല്യൂസ് മാത്രം ഒന്ന് പറഞ്ഞുതരാമോ? വേരിയബിൾസ് ആണോ? അതെ, വേരിയബിൾസ്. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റഡിക്ക് ഉപയോഗിക്കുന്ന വിഷയം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ പറയാം മിൽമ പാലിന് ലിറ്ററിന് 4 രൂപ കൂട്ടിയപ്പോൾ വിറ്റുവരവ് കുറഞ്ഞു. അപ്പം പാലിന്റെ വില കൂട്ടി, വില എന്താണ്? ഒരു വേരിയബിൾ ആണ്. വിറ്റുവരവ് അടുത്തൊരു വേരിയബിൾ ആണ്. വില കൂട്ടിയില്ലേ, കൂടുകയും കുറയുകയും ചെയ്യുന്ന നമ്മൾ സ്റ്റഡിക്കായിട്ട് എടുക്കുന്ന വിഷയങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേരിയബിൾസ് എന്ന്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ക്ലാസ്സില് സ്മാർട്ട് ക്ലാസ് റൂം ആക്കിയപ്പോ കുട്ടികളുടെ മാർക്ക് കൂടിയോ? അവിടെ മാർക്കും സ്മാർട്ട് ക്ലാസ് റൂം, അതായത് പഠന രീതിയും എന്താണ്? വേരിയബിൾസ് ആണ്. അതായത് സാധാ ക്ലാസ് റൂമിൽ നിന്ന് മാറ്റി എന്താക്കി? സ്മാർട്ട് ക്ലാസ് റൂമായി മാറി കാണും. അപ്പൊ കുട്ടികളുടെ മാർക്ക് കൂടുന്നോ കുറയുന്നോ? അപ്പൊ മാർക്ക് എന്താണ്? വേരിയബിൾ. ഓക്കെ ആണോ? ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ചോദിച്ചിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മക്കളെ
സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യാനാണ് അടുത്തയും ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്ത വീണ്ടും പറയുന്നില്ല, സെയിം സാധനം 5 പോയിന്റ് ആണ്. പിന്നെന്താണ് റോൾ ഓഫ് സ്റ്റാറ്റി ഇൻ റിസർച്ച്. റിസർച്ചിൽ എന്തിനാണ് സ്റ്റാറ്റി? ഇപ്പൊ റിസർച്ചിൽ എന്തിനാണ് സ്റ്റാറ്റി എന്നുള്ളത് പല വർഷങ്ങളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നോട്ട് ചെയ്തോളൂ മക്കളെ. ഫസ്റ്റ് ചാപ്റ്ററിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ സ്റ്റാറ്റിയുടെ ഡെഫിനിഷൻ ഒരു 5 പോയിന്റ്സ് എഴുതി വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ലാസ്റ്റ് പോയിന്റിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിസ്ക്രൈബ് ആസ് എ സയൻസ് ഓഫ് ക്ലാസിഫൈങ്, ഓർഗനൈസിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ നിർബന്ധമായിട്ടും എഴുതി വെക്കണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നോക്കിക്കേ, റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച്. Statistics as a subject area has vast scope and application. ഒരുപാട് സ്കോപ്പ് അപ്ലിക്കേഷൻ. നമ്മൾ സൈക്കോളജിയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല സ്റ്റാറ്റിക്. It finds its application fields like policy planning, management, education, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, മെഡിസിൻസ്, എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൊരു മേജർ അപ്ലിക്കേഷൻ റിസർച്ചിലാണ് സ്റ്റാറ്റി വരുന്നത്. സ്റ്റാറ്റിയുടെ ഒരു മേജർ അപ്ലിക്കേഷൻ റിസർച്ചിലാണ്. പക്ഷെ റിസർച്ചിൽ മാത്രം ഒതുങ്ങി നിൽക്കല്ല, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ്, പോളിസി പ്ലാനിങ്, അഗ്രികൾച്ചറിലൊക്കെ സ്റ്റാറ്റി ഉപയോഗിക്കാറുണ്ട്. ഇനി റിസർച്ച് എന്താണ്? റിസർച്ചിലാണല്ലോ സ്റ്റാറ്റിയുടെ പ്രാധാന്യം ചോദിച്ചിരിക്കുന്നത്. Research in simple terms can be explained adding to the existing fund of knowledge. എന്താണ് റീസേർച്ച്? നമുക്ക് ഓൾറെഡി ഒരു കാര്യം അറിയാം, അതിനെ കുറച്ചുകൂടി ആഡ് ചെയ്യുക. അതായത് സാധാരണ ഒരു ഉദാഹരണം വെച്ചാൽ, സാധാരണ രീതിയിൽ ക്ലാസ് എടുത്തപ്പോൾ കുട്ടികൾക്ക് എത്ര മാർക്ക് ഉണ്ട് നമുക്കറിയാം. ഇനി നമ്മൾ എന്താക്കാണ്, സ്മാർട്ട് ക്ലാസ് റൂം കൊണ്ടുവന്ന് നമ്മള് ഡിജിറ്റലി കുട്ടികളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നോക്കുകയാണ് അത് കുട്ടികളുടെ മാർക്കിനെ കൂട്ടിയോ കുറച്ചോ. അതായത് ഓൾറെഡി ഉള്ള നോളജ്, അതായത് ഇപ്പൊ എത്ര മാർക്ക് ഉണ്ട്, ഇപ്പൊ നമ്മൾ ക്ലാസ് റൂമിലെ സിസ്റ്റം ഒന്ന് മാറ്റിയിട്ട് ആ മാർക്ക് കൂടിയോ കുറഞ്ഞോ, ഇത് ആഡ് ചെയ്യാണ് എക്സിസ്റ്റിംഗ് ഫണ്ട് ഓഫ് നോളജ്. ഓൾറെഡി ഉള്ള നോളജിലേക്ക് നമ്മൾ കുറച്ചുകൂടി കാര്യം ആഡ് ചെയ്യാൻ വേണ്ടി പഠനം നടത്തുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ദ ടേം റിസർച്ച് റീസേർച്ച് എന്ന ഫ്രഞ്ച് വേർഡിൽ എന്നാണ് പറയുന്നത്. അതായത് ട്രാവൽ ത്രൂ ഓർ സർവേ എന്നാണ് ഈ റീസേർച്ച് എന്ന വാക്കിന്റെ അർത്ഥം. ഈ റിസർച്ചിനെ കെർലിംഗർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റിസർച്ചിന്റെ ഡെഫിനിഷൻ ആട്ടോ, സിസ്റ്റമാറ്റിക്, കൺട്രോൾഡ്, എംപെരിക്കൽ, ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഫിനോമിന ഗൈഡഡ് ബൈ തിയറി ആൻഡ് ഹൈപ്പോത്തസിസ് about the presumed relation among such a phenomena. അതായത് റിസർച്ച് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, കൺട്രോൾഡ് ആയിട്ടുള്ള, എംപെരിക്കൽ ആയിട്ടുള്ള, ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു നാച്ചുറൽ ഫിനോമിന, അതായത് പഠനം, അങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ ഫിനോമിനയാണ് നമ്മൾ പഠിക്കുന്നത്. എന്തിന്? അവിടെ റിലേഷൻ ഉണ്ടോ, രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? രണ്ട് വേരിയബിൾസ് അല്ലെ, പാലിന്റെ വില കൂട്ടിയപ്പോ വിറ്റ് വരെ കൂടിയോ കുറഞ്ഞോ, റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. ഇനി റിസർച്ചിൽ സ്റ്റാറ്റിയുടെ പ്രാധാന്യം. റിസർച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടാവും, ഹൈപ്പോത്തസിസ് ഉണ്ടാവും, സാമ്പിൾ ഉണ്ടാവും, റിസർച്ച് ഡിസൈൻ ഉണ്ടാവും, എന്നിട്ട് ഡാറ്റ കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്ത ഡാറ്റ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റി നമ്മൾ റിസർച്ചിൽ ഉപയോഗിക്കുന്നത്. അതായത് റിസർച്ചിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പറയുന്നത്. എന്താണ് റിസർച്ച്? ഇത് 105 കൂടെ വരണ കാര്യാട്ടോ. സെക്കൻഡ് ഇയറിലെ 105 ഈ സെയിം സാധനം തന്നെയാണ് വരുന്നത്. അതായത് ഇത്രയും കാലം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്മാർട്ട് ക്ലാസ് റൂം ഇല്ല അല്ലെ. നമുക്ക് എന്തോ ഉള്ളൂ, സാധാരണ ചോക്കും ബോർഡും അതിലെഴുതി ഇങ്ങനെ പഠിപ്പിക്കും. അല്ലാതെ ഈ പറയുന്ന പോലെ സ്മാർട്ട് ക്ലാസ് റൂം ഒന്നുമില്ല. അപ്പൊ റിസർച്ച് ചെയ്യാണ് സ്മാർട്ട് ക്ലാസ് റൂമിൽ എടുത്തിയാലും മാർക്ക് കൂടുന്നുണ്ടോ എന്നുള്ളത്. ഒരു സ്റ്റഡി എനിക്ക് നടത്തണം, ഞാൻ സ്റ്റഡി വെച്ചിട്ട് തന്നെ പറഞ്ഞു. അപ്പൊ എന്താക്കും, ആദ്യ പടി, ആ റിസർച്ചിന്റെ ആദ്യ പടി എന്താണ്? ഒരു പ്രോബ്ലം. അവിടെ ഞാൻ പ്രോബ്ലം കണ്ടെത്താണ് എന്ത്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളതിനാണ് പ്രോബ്ലം. സ്മാർട്ട് ക്ലാസ് റൂം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി പഠന നിലവാരം കൂടുന്നുണ്ടോ? സ്മാർട്ട് ക്ലാസ് റൂം ഇൻട്രൊഡ്യൂസ്. കണ്ടോ, പ്രോബ്ലം ക്യാൻ ബി ഡിസ്ക്രൈബ് ആസ് എ ജനറൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി. If a researcher wants to study relation between perceived
parental behavior and self-concept of adolescence. The statement of the problem will be study relationship between perceived parental behavior and self-concept of adolescence. അതായത് പിന്നെ പാരന്റിന്റെ സ്വഭാവം കുട്ടികളുടെ സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് പഠിക്കണമെങ്കിൽ ആ രീതിയിലേക്ക് ഞാൻ ഒരു സിമ്പിൾ ആയിട്ടൊരു സ്റ്റഡി പറഞ്ഞുതരാം. സ്മാർട്ട് ക്ലാസ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി കുട്ടികളുടെ പഠന നിലവാരം കൂടുന്നുണ്ടോ? ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്താണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യനെയാണ് നമ്മൾ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി റിസർച്ചിന്റെ പ്രത്യേകത, ഈ പ്രോബ്ലം കണ്ടെത്തി കഴിഞ്ഞാൽ ഉത്തരങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടെത്തും. അത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കലാണ് റിസർച്ചിന്റെ പ്രത്യേകത. അപ്പൊ രണ്ട് ഉത്തരങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടെത്തും. അതിനാണ് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹൈപ്പോതെസിസ് എന്താണ്? സ്മാർട്ട് ക്ലാസ് റൂം വഴി കുട്ടികളുടെ പഠന നിലവാരം കൂടുന്നുണ്ട്. രണ്ടാമത്തെ എന്താണ്? സ്മാർട്ട് ക്ലാസ് റൂം വഴി കുട്ടികളുടെ പഠന നിലവാരം കൂടുന്നില്ല. അതായത് ആ പ്രോബ്ലത്തിന് ടെൻഡേറ്റീവ് ആയിട്ട്, അതായത് താൽക്കാലികമായിട്ട് ഉത്തരങ്ങൾ അപ്പൊ തന്നെ കണ്ടെത്തിയിരിക്കും. അതിനെയാണ് നമ്മൾ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം ഹൈപ്പോതെസിസ് ക്യാൻ ബി ഫോർമുലേറ്റഡ്. ഇത് ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ടെസ്റ്റഡ് വിത്ത് ഹെൽപ്പ് ഓഫ് സയന്റിഫിക് റിസർച്ച്. റിസർച്ച് വെച്ച് നമ്മൾ കണ്ടെത്താൻ പോകുന്ന ടെൻഡേറ്റീവ് ആയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഉത്തരങ്ങളെയാണ് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ഇല്ല, അതായത് സ്മാർട്ട് ക്ലാസ് റൂം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല, ഇല്ല എന്ന് പറയുന്ന ഹൈപ്പോതെസിസിനെ നൾ ഹൈപ്പോതെസിസ് എന്നും ബന്ധമുണ്ട് എന്ന് പറയുന്ന ഹൈപ്പോതെസിസിനെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് എന്നുമാണ് നമ്മൾ വിളിക്കാറുള്ളത്. അപ്പം ഒരു റിസർച്ചിൽ ആദ്യം വേണ്ട എന്താണ്? പ്രോബ്ലം കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ആ പ്രോബ്ലത്തിന് ടെൻഡേറ്റീവ് ആയിട്ട് ബന്ധമുണ്ടെന്നും ബന്ധമില്ല എന്നും പറഞ്ഞിട്ട് ഹൈപ്പോതെസിസ് കണ്ടെത്തി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് സ്റ്റെപ്പ് ഓക്കെയാണോ? ഓക്കെയാണോ? പറഞ്ഞേ. വെരി ഗുഡ്. ഇനി സാമ്പിൾ അറിയാലോ, നമ്മള് 7ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് എടുക്കുന്നത്. അപ്പൊ കോഴിക്കോട് ജില്ലയിലെ 100 സ്കൂളിൽ നിന്ന് ഓരോ സ്കൂളിലെ 100 എടുക്കണം. കോഴിക്കോട് ജില്ലയിലെ അത്തോളി പഞ്ചായത്തിൽ നിന്നൊരു 10 സ്കൂളിലെ 7ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് നമുക്ക് സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. Any studies carried out on sample, the nature and the size of sample will depend upon nature and purpose of study. എത്ര സാമ്പിൾ വേണം, എത്ര വേണം എന്നൊക്കെ ആ സ്റ്റഡിക്ക് ആധാരമായിട്ടാണ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് പ്രോബബിലിറ്റി ഓർ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് സാമ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സാമ്പിള് 3ാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. പിന്നെ 4ാമത്തെ സ്റ്റെപ്പാണ് റിസർച്ചിൽ നമ്മൾ റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കും. എങ്ങനെ റിസർച്ച് ചെയ്യണം, ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, എക്സ്പെരിമെന്റിലാണോ, നോൺ എക്സ്പെരിമെന്റിലാണോ, ക്വാസി എക്സ്പെരിമെന്റിലാണോ, ഈ മെത്തേഡിനെ പറ്റി 105 വിശദമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. എനി റിസർച്ച് വിൽ ഓൾസോ ഹാവ് എ റിസർച്ച് ഡിസൈൻ that provides information about the outline and the structure of research. റിസർച്ചിന്റെ മൊത്തം ഔട്ട്ലൈനും സ്ട്രക്ചറും ഉപയോഗിക്കുന്നതിനാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. റിസർച്ച് ഡിസൈൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ റിസർച്ച് ഡിസൈൻ അനുസരിച്ചിട്ടാണ് ബ്ലൂ പ്രിന്റ് എന്ന് പറയും. ഇതനുസരിച്ചിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുക. അവിടെ എന്തൊക്കെ ഉണ്ടാവും? പ്രോബ്ലത്തിന്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് എത്ര പൈസ ചെലവാകും, ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക, ഇതൊക്കെയാണ് റിസർച്ച് ഡിസൈനിൽ വരാം. ഒരുപാട് റിസർച്ച് ഡിസൈൻ ഉണ്ട്. എക്സ്പെരിമെന്റൽ ഡിസൈൻ, നോൺ എക്സ്പെരിമെന്റൽ ഡിസൈൻ, ക്രോസ് എക്സ്പെരിമെന്റൽ ഡിസൈൻ, ഫാക്ടോറിയൽ ഡിസൈൻ, സ്മോൾ ആൻഡ് ഡിസൈൻ ഒക്കെ കുറച്ച് പേരുകൾ മാത്രമാണ് കേട്ടോ. അപ്പൊ ആ റിസർച്ച് മൊത്തത്തിൽ ചെയ്യുന്ന ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് 4ാമത്തെ സ്റ്റെപ്പ്. ആ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നതിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി റിസർച്ച് ഡിസൈനും നമ്മൾ തയ്യാറാക്കി എന്നിട്ട് എന്ത് ചെയ്തു? ഇത്ര സ്കൂളിൽ പോയി, സ്മാർട്ട് ക്ലാസ് റൂം ഉള്ള സ്കൂളിൽ പോയി, എന്നിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാണ്. അതായത് കഴിഞ്ഞ വർഷം കുട്ടികളുടെ ഒക്കെ മാർക്ക് എത്ര ആയിരുന്നു, ഒരു വർഷമായിട്ട് അവര് സ്മാർട്ട് ക്ലാസ് റൂമിലാണ് ഇരിക്കുന്നത്. അപ്പൊ സ്മാർട്ട് ക്ലാസ് റൂം ഉപയോഗിച്ച ശേഷം അവരുടെ മാർക്ക് എത്രയാണ്, ഈ ഡാറ്റ ഒക്കെ നമ്മൾ കളക്ട് ചെയ്യും. ഇതാണ് 5ാമത്തെ സ്റ്റെപ്പ്, ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് കമ്പോണന്റ് ഓഫ് റിസർച്ച് ഇസ് കളക്ഷൻ ഓഫ് ഡാറ്റ. Data can be collected with the help of standardized psychological tests. പല രീതിയിൽ ഇന്റർവ്യൂ മെത്തേഡ് ആണോ? എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഫാസ്റ്റ് 1 വീക്ക് ആയിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ മൊത്തമായിട്ട് കളിക്കുകയാണ്. അപ്പൊ പതുക്കെ പറയുമ്പോ വീസിങ് വരാതെ കുറച്ചൊരു സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പറയാം. അപ്പൊ നമ്മള്
റിസർച്ച് ഡിസൈൻ തയ്യാറാക്കി കഴിഞ്ഞാൽ ഡാറ്റ കളക്ടിങ്, വേണ്ട ഡാറ്റ വേണ്ട ഡാറ്റ കളക്ട് ചെയ്യും. ഡാറ്റ കളക്ട് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇന്റർവ്യൂയുടെ ഡാറ്റ കളക്ട് ചെയ്യാം, ഒബ്സർവ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യാം, ക്വസ്റ്റ്യനെയർ വഴി കളക്ട് ചെയ്യാം, ഒരുപാട് വഴിയിലൂടെ ഡാറ്റ കളക്ട് ചെയ്യും. ഇതിനെയാണ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അതായത് നമ്മൾ തീരുമാനിച്ചു എന്താണ് നമുക്ക് പിന്നെ ഡാറ്റ കളക്ട് ചെയ്യണം എന്നുള്ള, സോറി, റിസർച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എന്താ റിസർച്ച് ചെയ്യാൻ തീരുമാനിച്ചു? സ്മാർട്ട് ക്ലാസ് റൂം ആയപ്പോ കുട്ടികൾക്ക് മാർക്കിൽ വ്യത്യാസം വന്നു എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ പ്രോബ്ലം തയ്യാറാക്കി. എന്താണ്? സ്മാർട്ട് ക്ലാസ് റൂം കുട്ടികളുടെ പഠന നിലവാരം കൂട്ടുന്നുണ്ടോ? അതിനുശേഷം അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തി, ഉണ്ടെന്നും ഇല്ലെന്നും. അതിനുശേഷം ഏത് സാമ്പിൾ ആണെന്ന് തീരുമാനിച്ചു. കോഴിക്കോട് ഒരു പഞ്ചായത്തിലെ 10 സ്കൂളിലെ 7ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് നമ്മൾ, ഇപ്പൊ 8ലേക്ക് ജയിച്ച കുട്ടികളെയാണ് നമ്മൾ എടുക്കുന്നത്. അവരുടെ 6ാം ക്ലാസ്സിലെ മാർക്കും വേണം, 7ൽ അവർക്ക് സ്മാർട്ട് ക്ലാസ് റൂമിലുള്ള മാർക്കും വേണം. ഇത്രയും ഡാറ്റ കിട്ടണം. ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് അടുത്തത്. അതായത് സാമ്പിൾ തീരുമാനിച്ചു, ഡിസൈൻ തീരുമാനിച്ചു, എന്നിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് 5ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ ആണോ? ഈ കിട്ടിയ ഡാറ്റ സ്റ്റാറ്റി വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുക. ഇതിനാണ് നമ്മൾ സ്റ്റാറ്റി പഠിക്കുന്നത്. വൺസ് ദ ഡാറ്റ കളക്ഷൻ പ്രോസസ് ഇസ് ഓവർ, the data can then be subjected to data analysis quantitatively. ഈ കിട്ടിയ ഡാറ്റ, ഇതാണ് ഒരു സ്റ്റാറ്റി. എന്തിനാണ് റിസർച്ചിലേക്ക് കിട്ടിയ ഡാറ്റ മാത്തമാറ്റിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റി ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ഇനി സ്റ്റാറ്റിക് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. ചിലപ്പം യെസ്, നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി സ്മാർട്ട് ക്ലാസ് റൂം ആയപ്പം കുട്ടികൾക്ക് മാർക്ക് കൂടിയിട്ടുണ്ട് എന്ന്. അപ്പൊ നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തും. എന്ത്? സ്മാർട്ട് ക്ലാസ് റൂം കാരണം കുട്ടികളുടെ പഠന നിലവാരം കൂടിയിട്ടുണ്ട്. എന്നിട്ട് ജനറലൈസ് ചെയ്യും. നമ്മൾ ആകെ 10 സ്കൂളിലാണ്, പക്ഷെ നമ്മൾ ജനറലൈസ് ചെയ്തത് കേരളത്തിലെ കുട്ടികൾക്ക് സ്മാർട്ട് ക്ലാസ് റൂം വഴി പഠന നിലവാരം കൂടുന്നുണ്ട്. നമ്മൾ ആകെ 10 സ്കൂളാണെങ്കിലും നമ്മൾ ഉത്തരം എന്തെങ്കിലും ജനറലൈസ് ചെയ്ത് വിടും. അപ്പൊ കൺക്ലൂഷനിലേക്ക് എത്തി ജനറലൈസ് ചെയ്ത് വിടുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റിസർച്ച്. ഓക്കെ ആണോ? അപ്പൊ സെക്കൻഡ് ഇയറുകാരുണ്ടെങ്കിൽ 105ലും സെയിം ആണ്. എന്താണ് റിസർച്ച്? റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സിസ്റ്റിംഗ് ഫണ്ട് ഓഫ് നോളജിലേക്ക് ആഡ് ചെയ്യുക കുറച്ച് നോളജ് എന്നുള്ളതാണ്. അതിന് 6 സ്റ്റെപ്പാണ്. പ്രോബ്ലം, hypothesis, sample, research design, collection of data, data analysis, conclusion and generalization. 7 സ്റ്റെപ്പാണ്. അതിൽ 6ാമത്തെ സ്റ്റെപ്പിന് നമ്മൾ ചെയ്യാം സ്റ്റാറ്റി ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് സ്റ്റാറ്റിക് റിസർച്ചിലുള്ള റോളെന്ന്. ഇപ്പൊ ക്ലിയർ ആയോ? വിത്ത് എക്സാമ്പിൾ പറഞ്ഞപ്പോ ക്ലിയർ ആയോ? അപ്പൊ ഇന്ന് ഇത്രയും മതി. നാളെയും കൂടെ ഫ്രീ ക്ലാസ് ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിലെ ബാക്കി 2 ക്വസ്റ്റ്യൻസും കൂടെ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മുടെ കുട്ടികൾക്കായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ അബ്ദുൽ നാഫി സൈനിങ് ഓഫ്. ബൈ. ടേക്ക് കെയർ.